അതിഹ്യമനുസരിച്ച് ജ്ഞാനിയും നിർഭയനുമായ വിക്രമാദിത്യൻ ഒരു തന്ത്രി ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലി നൽകി. ഇടതൂർന്ന വനത്തിലെ ഒരു പ്രേതവൃക്ഷത്തിൽ നിന്ന് ഒരു നിഗൂഢമായ മൃതദേഹം വീണ്ടെടുക്കൂ. എന്നാൽ ഇത് സാധാരണ ശവമായിരുന്നില്ല. അത് വേതാളത്തിന്റെ പിടിയിലായിരുന്നു. തന്ത്രശാലിയും വികൃതിയുമായ ഒരു പ്രേതം. വിക്രമൻ വേതാളത്തെ തോളിൽ വഹിക്കുമ്പോഴെല്ലാം പ്രേതം ഒരു കഥ പറയാൻ തുടങ്ങും. ഒരു കൊടുങ്കാറ്റുള്ള രാത്രി രാജാവ് വിക്രമാദിത്യൻ ഇടതൂർന്ന വനത്തിലൂടെ നടന്നു. മരങ്ങൾക്കിടയിലൂടെ മന്ദഹസിക്കുന്ന തണുത്ത കാറ്റ്. അല്ലയോ രാജാവേ, വേതാളം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. പക്ഷേ ഓർക്കുക, ഉത്തരം അറിയുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ തല 1000 കഷ്ണങ്ങളായി തകരും. വിക്രമൻ നിശബ്ദനായി തന്റെ വാളിലെ പിടി ശരിയാക്കി. വേതാളം കഥ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്കു മുമ്പ് മറഞ്ഞുപോയ ഒരു രാജ്യത്ത് ഒരു മറഞ്ഞിരിക്കുന്ന നിധി ഉണ്ടായിരുന്നു. സ്വർണം നിറച്ച ഒരു പെട്ടി മാരകമായ ഒരു ശാപത്താൽ സംരക്ഷിക്കപ്പെട്ടു. ആ രാജ്യത്തെ രാജാവ് അത്യാഗ്രഹിയും നിരാശനുമായിരുന്നതിനാൽ അത് വീണ്ടെടുക്കാൻ തന്റെ ഏറ്റവും ധീരനായ യോദ്ധാവായ വീരനോട് കൽപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മുമ്പ് ശ്രമിച്ച എല്ലാവരും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായി. പിന്മാറാതെ വീർ നിധി സൂക്ഷിച്ചിരുന്ന ഗുഹയിലേക്ക് കടന്നു. അവൻ അകത്തേക്ക് കയറിയ ഉടനെ ഒരു വിചിത്രമായ ശബ്ദം പ്രതിധ്വനിച്ചു. സ്വർണം എടുക്കൂ, നിന്റെ ആത്മാവ് എന്റേതായിരിക്കും. രാജാവായ വിക്രമാദിത്യനെ പോലെ തന്നെ നിർഭയനായ വീർ മുന്നറിയിപ്പ് അവഗണിച്ച് ഒരു പിടി സ്വർണ്ണ നാണയങ്ങൾ കൈക്കലാക്കി. പെട്ടെന്ന് ഗുഹ കുലുങ്ങി. ഇരുട്ടിൽ നിന്ന് ഒരു ഭയാനകമായ നിഴൽ ഉയർന്നുവന്നു. കത്തുന്ന കണ്ണുകളുള്ള ഒരു പ്രേതരൂപം. പ്രേതം അവന് ഒരു അവസരം നൽകി. നിങ്ങൾക്ക് നിധി ഉപേക്ഷിച്ച് കേടുപാടുകൾ കൂടാതെ നടക്കാം, അല്ലെങ്കിൽ അത് എടുത്ത് നിത്യനാശത്തെ നേരിടാം. ധ്യാനിയാണെങ്കിലും അതിമോഹിയായ വീർ ഒരു നിമിഷം ചിന്തിച്ച് അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തി. അവൻ ഒരു നാണയം എടുത്ത് ബാക്കിയുള്ളത് പിന്നിൽ ഉപേക്ഷിച്ചു. കൗതുകം തോന്നിയ പ്രേതം അവനെ പോകാൻ അനുവദിച്ചു. അവൻ രാജ്യത്തേക്ക് മടങ്ങിയപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, നിധി ശപിക്കപ്പെട്ടതാണ്, പക്ഷേ ശാപം ഉണർത്തുന്നത് അത്യാഗ്രഹമല്ല, ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എടുക്കാനുള്ള ആഗ്രഹമാണ്. സ്വർണത്താൽ അന്ധനായ രാജാവ് മുന്നറിയിപ്പ് അവഗണിച്ച് ഗുഹയിലേക്ക് തന്നെ ഓടി. മുഴുവൻ സ്വർണവും എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗുഹ തകർന്നു. അവനെ എന്നേക്കുമായി അടക്കം ചെയ്തു. വേതാളം വിക്രമാദിത്യനോട് പരിഹാസത്തോടെ ചോദിച്ചു, അല്ലയോ രാജാവേ, പറയൂ, രാജാവ് നാശത്തിലേക്ക് പോകുമ്പോൾ വീരനെ എന്തിനാണ് ഒഴിവാക്കിയത്? അത് ജ്ഞാനമോ വിധിയോ അതോ തന്ത്രമോ ആയിരുന്നു? ജ്ഞാനിയും നീതിമാനുമായ വിക്രമാദിത്യനും മൗനം പാലിക്കാൻ കഴിഞ്ഞു. ശാപത്തിന്റെ യഥാർത്ഥ സ്വഭാവം വീർ മനസ്സിലാക്കി. അത് നാശത്തിന് കാരണമായത് അത്യാഗ്രഹമായിരുന്നു. ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചുകൊണ്ട് സംയമനമാണ് ഏറ്റവും വലിയ ജ്ഞാനമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആഗ്രഹങ്ങളാൽ അന്ധനായ രാജാവ് സ്വന്തം വിധി മുദ്രകുത്തി. സംസാരിച്ചയുടനെ വേതാളം ചിരിച്ചുകൊണ്ട് തന്റെ മരത്തിലേക്ക് പറന്നുയർന്നു. വിക്രമാദിത്യനെ വീണ്ടും യാത്ര ആരംഭിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ രാജാവ് എപ്പോഴും എന്നത്തെക്കാളും ക്ഷീണിതനായിരുന്നു. തന്റെ മേലങ്കി ശരിയാക്കി തിരികെ നടന്നു. വേതാളത്തെ പിടികൂടി തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ വേതാളത്തെ ഓരോ പ്രാവശ്യം പിടിച്ചുകൊണ്ടുവരുമ്പോൾ വേതാളം ഓരോ കഥ പറയും. എന്നിട്ടു രാജാവിനോട് ചോദ്യം ചോദിക്കും. അങ്ങനെ അത് തുടർന്നുകൊണ്ടിരുന്നു.